നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ബിജുമോർ സാറാണ്. ഓരോ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൻസർ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, അതായത് സുവോളജിയുടെ നമ്മൾ 30 മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മേടിക്കാൻ കഴിയും. ഓക്കെ, അപ്പം +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സുവോളജിയുടെ 35 ക്വസ്റ്റ്യൻസിന് ആണ് നമുക്ക് മൊത്തം 10 ചാപ്റ്ററാണ് നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഈ 10 ചാപ്റ്ററിനൂടെ 35 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കീ നമുക്ക് ഇന്നൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പം ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിനകത്ത് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആദ്യത്തെ കുറച്ച് സംഭവം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി വരുന്ന പകുതി തൊട്ട് ബാക്കി വരുന്നതെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡിസെൻഡിങ് ഓർഡറിലും അസെൻഡിങ് ഓർഡറിലും ചിത്രീകരിക്കാൻ പറയും. ഓക്കെ, ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എവല്യൂഷണറി ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ ലിവിങ് ഓർഗാനിസംസിനെ ഏതൊക്കെ കാറ്റഗറിയിലായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് അസെൻഡിങ് ഓർഡറും ഉണ്ട്, ഡിസെൻഡിങ് ഓർഡറും ഉണ്ട്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ ചിത്രീകരിക്കാൻ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കണ്ടോ, ആദ്യം കിങ്ഡം, പിന്നെ ഫൈലം, പിന്നെ വരുന്ന ക്ലാസ്, പിന്നെ ഓർഡർ, പിന്നെ ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, ഇതാണ് അസെൻഡിങ് ഓർഡറിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. കിങ്ഡം അതിൻ്റെ സബ് ഡിവിഷനാണ്. ഫൈലം അതിൻ്റെ സബ്ബായിട്ട് വരുന്ന ഡിവിഷനാണ് ക്ലാസ്. പിന്നെ അതിൻ്റെ സബ് ഡിവിഷനാണ് ഓർഡർ. പിന്നെ താഴോട്ട് ഫാമിലി, ക്ലാസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇനി ഇത് അസെൻഡിങ് ഓർഡറിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇനി ഇത് ഡിസെൻഡിങ് ഓർഡറിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആരോ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പം അസെൻഡിങ് ഓർഡറിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇനി ഇത് ഡിസെൻഡിങ് ഓർഡറിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ താഴോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ മറക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമ്മൾ വർഗീകരിക്കാനായിട്ട് നമുക്ക് ചോദിക്കും. ഓക്കെ, ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇനി ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവമാണ് എക്സോബയോളജി. അത് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, എക്സോബയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് കൈൻഡ് ഓഫ് ലൈഫ് ഇൻ ഔട്ടർ സ്പേസ് ആണ്. അത് നമുക്ക് ഡെഫിനിഷൻ പോലെ നമുക്ക് തന്നിട്ട് ഈ ബ്രാഞ്ചിന് വിളിക്കുന്ന പേരെന്താണ്? ആൻസർ എക്സോബയോളജി. എർത്ത് പോലുള്ള എർത്ത് പോലെ മറ്റ് പ്ലാനറ്റുകളിലും ജീവജാലങ്ങളുടെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത് അറ്റ് പ്രസൻറ്റ് അതിനെക്കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ മാർസ്. ഓക്കെ, മാർസിലൊക്കെ ജീവജാലങ്ങളുടെ പ്രസൻസ് കണ്ടെത്തി അതിപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് എക്സോബയോളജി. സ്റ്റഡി ഓഫ് കൈൻഡ് ഓഫ് ലൈഫ് ഇൻ ഔട്ടർ സ്പേസ്. ഇതിന് പറയുന്ന പേരെന്താണ്? ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചാണ് എക്സോബയോളജി. ഈ 2 കാര്യങ്ങൾ മാത്രം ഈ ചാപ്റ്ററിൽ നിന്നൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. ഓക്കെ, അപ്പോൾ ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുമ്പം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം വെയിറ്റേജ് ഉള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. നമുക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കയറി വരുന്നത്. അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ആനിമൽസിൻ്റെ ബോഡി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിനകത്ത് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിൽ ഈ സിമ്മട്രിയും സീലോവും എന്താണെന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. സിമ്മട്രി എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ ശരീരത്തിൻ്റെ 2 സൈഡിലും കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഒരുപോലെ ക്രമീകരിച്ച് വരുന്ന രീതിയാണ് സിമ്മട്രി അല്ലേ. സിമ്മട്രിയെ നമ്മൾ എത്രയായിട്ട് തിരിക്കും? 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തുല്യമായിട്ടുള്ള 2 പീസ് കിട്ടത്തില്ല. ഓക്കെ, ഇൻ സം ആനിമൽസ് ദ ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ ആണ്. ഇനിയും മണ്ടയ്ക്കുന്ന താഴോട്ട് സെൻട്രലിലൂടെ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും തുല്യമായിട്ടുള്ള 2 പീസ് കിട്ടുന്നതാണ് ഏത് റേഡിയൽ സിമട്രി അല്ലേ. പിന്നെ അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സസിൽ മാത്രം കറക്റ്റ് സെൻറ്ററിലൂടെ ഒറ്റ പ്ലെയിനിൽ മാത്രം കട്ട് ചെയ്യുമ്പോൾ തുല്യമായിട്ടുള്ള 2 പീസ് കിട്ടുന്നതാണ് ബൈലാറ്ററൽ സിമട്രി. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. ഇനി സീലോം എന്താണ്? സീലോം എന്ന് പറയുമ്പോൾ നമ്മുടെ എലമെൻ്ററി കനാലിൻ്റെയും ബോഡി വാളിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ സീലോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീലോം തന്നെ 3 ടൈപ്പ് ഉണ്ട്. അസീലോം, സ്യൂഡോസീലോം, അതുപോലെ യൂസീലോം. അതിൽ അസീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് വേംസിന് എന്താണ് സീലോം ആബ്സെൻ്റ് ആണ്. ഓക്കെ, എലമെൻ്ററി കനാലിൻ്റെയും ബോഡി വാളിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് രൂപത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ഫില്ല് കിടക്കും. ഫ്ലാറ്റ് വേംസിനാണ് അസീലോം. റൗണ്ട് വേംസിൻ്റെ അത്ര ഡെവലപ്പ് അല്ലാത്ത സീലോമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സീലോമിനെയാണ് നമ്മൾ സ്യൂഡോസീലോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, animals having false coelom is called pseudocoelom. Animals having no coelom is called acoelom. Animals having true coelom is called eucoelom ആണ്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സീലോം എലമെൻ്ററി കനാലിൻ്റെയും ബോഡി വാളിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് യൂസീലോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ഫോക്കസ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അല്ലേ. അപ്പം കോഡേറ്റ്സ് എന്ന് പറയുമ്പം എംബ്രിയോണിക് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന നോട്ടോകോഡ് ലൈഫിൻ്റെ ഏതെങ്കിലും സ്റ്റേജസിൽ അതുപോലെ നിലനിൽക്കും. എന്നാൽ എംബ്രിയോണിക് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന നോട്ടോകോഡ് ലൈഫിൻ്റെ ഒരു സ്റ്റേജിലും അതുപോലെ നിലനിൽക്കാതെ വരുന്ന ആനിമൽസ് ഉണ്ട്. അവരെയാണ് നോൺ കോഡേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കോഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടോകോഡ് ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടും അല്ലേ. ഇൻ കോഡേറ്റ്സ് നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് സൈക്കിളാണ്. ഓക്കെ, പിന്നെ നോൺ കോഡേറ്റ്സ് ഡു നോട്ട് പൊസസ് നോട്ടോകോഡ് അറ്റ് എനി സ്റ്റേജസ് ഓഫ് ദെയർ ലൈഫാണ്. ഓക്കെ, അപ്പം കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും അനിമൽ കിങ്ഡത്തിനകത്ത് വരുന്ന ആനിമൽസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി അതിനെ ആദ്യം 2 ഡിവിഷനായിട്ട് അങ്ങ് തിരിക്കുക. അസ്ഥികളില്ലാത്ത ജീവികൾ, അസ്ഥികളുള്ള ജീവികൾ. അസ്ഥികളില്ലാത്ത ജീവികൾക്കാണ് നോൺ കോഡേറ്റ്സ്, അസ്ഥികളിലുള്ള ജീവികൾക്ക് കോഡേറ്റ്സ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ്, അസ്ഥികളില്ലാത്ത ജീവികൾക്ക് ഇൻവെർട്ടിബ്രേറ്റ്സ്, അസ്ഥികളുള്ളതിന് വെർട്ടിബ്രേറ്റ്സ് പറയും. ഇൻവെർട്ടിബ്രേറ്റ്സിനെ വീണ്ടും 10 ഡിവിഷനായിട്ട് തിരിക്കുന്നുണ്ട്. ആ ഡിവിഷനെയാണ് നമ്മൾ ഫൈലം എന്ന് പറയുന്നത് അല്ലേ. ഫൈലം ഒന്നാമത്തത് പോറിഫറ, നിഡേറിയ, ടീനോഫോറ, അങ്ങനെ താഴോട്ടങ്ങ് പോവാണ്. അവസാനം ഹെമികോഡേറ്റ വരെ വരും. അപ്പോൾ ആ ഫൈലമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫൈലം നിഡേറിയ. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. അതിൽ ഫസ്റ്റ് ഫൈലം എന്ന് പറയുമ്പോൾ ഫൈലം പോറിഫറയാണ്. പോറിഫറ എന്ന് പറയുമ്പോൾ അതിനകത്ത് പോർബിയറിങ് ആനിമൽസ് ആയിട്ടുള്ള സ്പോഞ്ചസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡിവിഷനാണ്. അപ്പോൾ ഇവരുടെ ബോഡി സർഫസിൽ ധാരാളം മൈന്യൂട്ട് പോറുകളുണ്ട്. ആ പോറുകൾക്ക് പറയുന്ന പേരെന്താണ്? അത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചോണം. അത് നമുക്ക് 1 വേർഡ് പോലെ ചോദിക്കുന്നതാണ്. ഏത്? ഓസ്റ്റിയ എന്ന് പറയും. ഓക്കെ, പിന്നെ അവരുടെ ലാർവകളുടെ പേര് 2 ടൈപ്പിലുള്ള ലാർവകളാണ് സ്പോഞ്ചസിനുള്ളത്. ഒന്ന് ആംഫിബ്ലാസ്റ്റുല, 2 പാരൻ കൈമുല. ഓക്കെ, അത് രണ്ടും ഒന്ന് ഓർമ്മ വെച്ചോണം. പിന്നെ അതുകൂടാതെ സ്പോഞ്ചസിനകത്ത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഒരേ ഒരു സ്പോഞ്ച് എന്ന് പറയുമ്പോൾ സ്പോഞ്ചില്ലയാണ്. അതും ജസ്റ്റ് നമുക്ക് 1 വേർഡ് പോലെ ചോദിക്കുന്നതാണ്. അതാണ് പോറിഫറയെക്കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട, എടുത്തു പറയത്തക്ക രീതിയിലുള്ള പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈലമാണ് രണ്ടാമത് വരുന്ന ഫൈലം നിഡേറിയ ഓർ സിലൻഡ്രേറ്റ. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ ഈ നിഡേറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 സാലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടേഴ്സ്, പൊതുവായിട്ടുള്ള സവിശേഷതകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം നിഡേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഡേറിയ എന്ന് പറയുമ്പം ഇതിനകത്ത് വരുന്ന ഒരേ ഒരു ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഓർഗാനിസമാണ് ഹൈഡ്ര. ബാക്കിയെല്ലാം കാണപ്പെടുന്നത് സമുദ്രത്തിലാണ്. അപ്പോൾ ഇവരുടെ ജനറലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, എടുത്തു പറയത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും
ഇവർ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, റേഡിയൽ സിമട്രിയാണ് കാണിക്കുന്നത്. പിന്നെ 2 വ്യത്യസ്ത ഷേപ്പിലാണ് ഇവരുടെ ബോഡി ഫോം ചെയ്യുന്നത്. ഒന്ന് പോളിപ്പ്, 2 മെഡൂസ. പിന്നെ ഇവർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പോളിമോർഫിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവർ കാഴ്ചവെക്കുന്നുണ്ട്. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പീഷീസിൽ നിന്ന് ധാരാളം ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ചെയ്യും. അത് മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ നിഡേറിയ ഫൈലത്തിനകത്ത് വരുന്ന ആനിമൽസിൽ നിന്ന് ഗ്രൂപ്പായിട്ട് ധാരാളം ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഈ ഇൻഡിവിജ്വൽസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പുറമേ ഉള്ള ഘടനയിലും ആന്തരഘടനയിലും ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ഈ ഒരു പ്രതിഭാസമാണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇവരുടെ ലാർവകൾക്ക് പറഞ്ഞ പേരാണ് പ്ലാനുല എന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 ജനറൽ ക്യാരക്ടേഴ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമുക്കത് വൺ വേർഡായിട്ട് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വരും. അത് വൺ വേർഡായിട്ട് വരുന്നതാണ് ഇവരുടെ ലാർവയുടെ പേര് പ്ലാനുല എന്ന് പറഞ്ഞാൽ. പിന്നെ പോളിമോർഫിസം, പ്രസൻസ് ഓഫ് 2 or more മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോളനി ഓഫ് എ സെയിം സ്പീഷീസ്. അതാണ് എൻ്റെ ഡെഫിനേഷൻ. ആ ഡെഫിനേഷൻ ചിലപ്പോൾ പോളിമോർഫിസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഡെഫിനേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഫൈലം എന്ന് പറയുമ്പോഴത്തേനും അപ്പോൾ ഇതിനകത്ത് നമ്മളിനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ഫൈസാലിയ, ഒബീലിയ, ഒറീലിയ, സി എനിമോൺ ഇങ്ങനെയുള്ള ആനിമൽസ്, ഹൈഡ്ര ഇങ്ങനെയുള്ള ആനിമൽസ് എല്ലാം ഈ ഒരു ഫൈലത്തിനകത്താണ് വരുന്നത്. അതിനകത്ത് ഫൈസാലിയ എന്ന് പറയുമ്പോഴത്തേനും അത് നമുക്ക് വൺ വേർഡ് പോലെ ഫൈസാലിയ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കയറി വരാം. ഇതിനെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് വിളിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഫൈസാലിയ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അടുത്ത ടീനോഫോറ എന്ന് പറയുന്ന അടുത്ത ഫൈലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ അതിനകത്ത് വരുന്നവരെല്ലാവരും സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. അവരുടെ ലാർവയുടെ പേര് സിഡിപ്പിഡ് ലാർവ എന്നാണ്. പിന്നെ അവർക്ക് ബയോലൂമിനസൻസ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം കാഴ്ചവെക്കുന്നുണ്ട്. ബയോലൂമിനസൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് ആണ്. ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ബയോലൂമിനസൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അവരെ കോം ജെല്ലീസ് എന്നാണ് ഇവരെ പൊതുവെ അറിയപ്പെടുന്നത്. അതായത് കോംപ്ലെക്സ് സ്ട്രക്ചറിലുള്ള ചില മാർക്കിങ്സ് ഇവരുടെ ബോഡി സർഫസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവരെ കോം ജെല്ലീസ് എന്ന് വിളിക്കും. പിന്നെ അടുത്ത 2 ഫൈലം എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അതിനകത്ത് വരുന്നത് ഫ്ലാറ്റ് വേംസാണ്. അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്ലെയിം സെൽസ് ആണ്. ഓക്കെ, വേംസിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ് പെർഫോം ചെയ്യുന്നത്. അതിനെയാണ് ഫ്ലെയിം സെൽസ് എന്നറിയപ്പെടുന്നത്. അത് നമ്മളൊന്ന് ഓർമ്മ വെക്കണം. അപ്പം വേംസിൻ്റെയും നമ്മൾ ഒരു 3-4 ജനറൽ ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് കൂടാതെ പിന്നെ എക്സാമ്പിളൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം കുറേ ആനിമൽസിൻ്റെ പേര് നമുക്ക് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ ഓരോ ഫൈലത്തിനകത്തും വരുന്ന ആനിമൽ ഏതാണെന്ന് കറക്റ്റ് ഓർഡറിൽ നമ്മൾ എടുത്തെഴുതണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അത് നമുക്ക് ചെരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ നമുക്ക് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, ഇനി ചിലപ്പം ഒരു 4-5 ജനറൽ ഈ കുറേ പെക്യൂലിയാരിറ്റീസ് ജനറൽ ക്യാരക്ടേഴ്സ് പോയിൻ്റായിട്ട് ഇങ്ങനെ തന്നിട്ട് ഇത് ഏത് ഫൈലത്തിനകത്ത് വരുന്ന ആനിമൽസിൻ്റെ ജനറൽ ക്യാരക്ടറാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് എടുത്തെഴുതാൻ ചോദിക്കും. അപ്പം നമ്മൾ ഒട്ടുമിക്ക ഫൈലവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈലങ്ങൾ ഒരു 4 ജനറൽ ക്യാരക്ടർ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് തെറ്റാതെ കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിഡയാണ്. അനലിഡ എന്ന് പറയുമ്പം അതിനകത്ത് നമുക്ക് അനലിഡ എന്ന് പറയുന്ന ഫൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നീറിസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ റെസ്പിറേഷനും ലോക്കമോഷനും നിർവഹിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരപ്പൊടിയാണ്. നീറിസ് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം റെസ്പിറേഷൻ സ്കിന്നിലൂടെയാണ് നടക്കുന്നത്. അതുപോലെ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, ലോക്കോമോട്ടറി ഓർഗൻ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ അനലിഡയ്ക്കകത്ത് വരുന്ന ഓർഗാനിസത്തിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറഞ്ഞാൽ സീറ്റയാണ്. പിന്നെ അനലിഡയ്ക്കകത്ത് വരുന്ന ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രിഡിയാണ്. കോയിൽഡ് ആയിട്ടുള്ള കുറേ ട്യൂബുകളാണ്, അതിനെ നമ്മൾ നെഫ്രിഡിയ എന്ന് പറയും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക്
എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട സംഭവങ്ങളാണ്. അത് നമുക്ക് വൺ വേർഡായിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെ ചെരുമുടി ചേർക്കാൻ, അതായത് മച്ച് ഓഫ് ദ ഫോളോയിങ് പോലെ നമുക്ക് എക്സ്ക്രീറ്ററി ഓർഗൻ തരും. അപ്പോൾ അത് കറക്റ്റ് ഏത് ഫൈലത്തിനകത്ത് വരുന്ന ആനിമൽസിൻ്റെ ആണ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, അടുത്ത ഫൈലം എന്ന് പറഞ്ഞാൽ ആർത്രോപോഡ. ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ് ആർത്രോപോഡം. ആർത്രോപോഡയ്ക്കകത്ത് വരുന്ന ആനിമൽസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ ഈ പ്രോണ് അങ്ങനെയുള്ള ഓർഗാൻസത്തിൻ്റെയൊക്കെ ഗിൽസാണ്, ക്രാബിൻ്റെയൊക്കെ ഗിൽ ബുക്സാണ്, സ്കോർപ്പിയോൻ്റെ ബുക്ക് ലെങ്സ് ആണ്, ഇൻസെക്റ്റുകളുടെയൊക്കെ ട്രക്കിയാണ്. പിന്നെ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഗ്രീൻ ഗ്ലാൻസ് ഓർ കോക്സൽ ഗ്ലാൻസ് എന്ന് പറയും. പിന്നെ ഇൻസെക്റ്റുകളുടെയൊക്കെ പ്രോണ് ക്രാബിൻ്റെയൊക്കെ ഗ്രീൻ ഗ്ലാൻസ് ഓർ കോക്സൽ ഗ്ലാൻസ്, ഇൻസെക്ട്സിൻ്റെയൊക്കെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഫൈലം മൊളസ്ക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ഫൈലമാണ് ഫൈലം മൊളസ്ക. സോഫ്റ്റ് ബോഡിഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് മൊളസ്കയ്ക്കകത്ത് വരുന്നത്. ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് കവറിംഗ് എന്ന് പറയുമ്പോൾ ഷെല്ലാണ്. ഷെല്ല് യൂണിവാൽവ് ഉണ്ട്, ബൈവാൽവ് ഉണ്ട്. ഓക്കെ, ആ ഷെല്ലിനുള്ളിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയെ നമ്മൾ 3 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്: ഹെഡ്, വിസൽ, ഹമ്പ് ആൻഡ് ഫൂട്ട്. ഓക്കെ, പിന്നെ ഹെഡിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ നിന്ന് ധാരാളം സെൻസറി ടെൻഡക്കിൾസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വിസൽ ഹമ്പിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഫൂട്ട് എന്ന് പറയുമ്പം ഇവരുടെ ലോക്കോമോട്ടറി ഓർഗനാണ്, എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നിയാണ്. ഓക്കെ, അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അടുത്ത എക്കൈനോഡെർമേറ്റ എടുത്തു കഴിഞ്ഞാൽ എക്കൈനോഡെർമേറ്റയ്ക്കകത്ത് വരുന്ന അനിമൽസിൻ്റെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയെ കവർ ചെയ്ത് ധാരാളം സ്പൈൻസ് ഉണ്ട്. അതിനകത്ത് ചില ആനിമൽസിൻ്റെ സ്പൈൻസ് മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറും? ഓർഗൻ ഓഫ് ഡിഫൻസ് ആയിട്ട് മാറും. അങ്ങനെ മാറുവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പെഡിസെലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, പെഡിസെലേറിയ എന്നാണ് പറയുന്നത്. ഫ്യൂ സ്പൈൻസ് ആർ മോഡിഫൈഡ് ടു ഫോം ഓർഗൻ ഓഫ് ഡിഫൻസ് നോൺ ആസ് പെഡിസെലേറിയയാണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻ്റ് ആയിട്ടുള്ളത് എക്കൈനോഡെർമേറ്റയ്ക്കകത്ത് വരുന്ന ആനിമൽസിനാണ്. ഓക്കെ, പിന്നെ ഇവരുടെ എക്സ്ക്രീഷനും റെസ്പിറേഷനും നടക്കുന്നത് ഗിൽസിലൂടെയാണ്. ഇങ്ങനെയുള്ള ചില പോയിന്റുകളാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട, എടുത്തു പറയത്തക്ക രീതിയിലുള്ള നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട ചില പോയിന്റുകളാണ്. ഓക്കെ, പിന്നെ ഫൈലം മൊളസ്ക എടുത്തു കഴിഞ്ഞാൽ മൊളസ്കയ്ക്കകത്ത് വരുന്ന ആനിമൽസിൻ്റെ നമുക്ക് വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്. ഇവരുടെ മൗത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കാണപ്പെടുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് റാഡുല എന്ന് പറയും. ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ മൊളസ്കയ്ക്കകത്ത് വരുന്ന ആനിമൽസിൻ്റെ മൗത്തുമായിട്ട് ബന്ധപ്പെട്ട് വായുടെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് റാഡുല എന്ന് പറയുന്നത്. പിന്നെ എക്കൈനോഡെർമേറ്റ എടുത്തു കഴിഞ്ഞാൽ എക്കൈനോഡെർമേറ്റയുടെയാണ് നമ്മൾ ഈ പറയത്തക്ക രീതിയിലുള്ള ചില സ്പൈൻസ് മോഡിഫൈ ചെയ്ത് ഓർഗൻ ഓഫ് ഡിഫൻസ് ആയിട്ട് മാറും. അതിനെ പെഡിസെലേറിയ എന്ന് പറയും. പിന്നെ വരുന്നത് ഇവർക്ക് വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻ്റ് ആണ്. റെസ്പിറേഷനും എക്സ്ക്രീഷനും പെർഫോം ചെയ്യുന്നത് മെയിനായിട്ട് ഗിൽസാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കോഡേറ്റ്സിലേക്ക് വരികയാണ്, അസ്ഥികളുള്ള ജീവികളിലേക്ക് വരുവാണ്. അടുത്ത ഫൈലം കോഡേറ്റ. അപ്പോൾ കോഡേറ്റയുടെ നമ്മൾ ഒരു ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടോ? ടെസ്റ്റിനകത്ത് നമ്മുടെ കിടപ്പുണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരു ഓർഗാനിസത്തിൻ്റെ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് എംബ്രിയോണിക് സ്റ്റേജിൽ എത്തുമ്പോൾ ആ എംബ്രിയോയുടെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലൊരു ഓവൽ ഷേപ്പായിരിക്കും, അല്ലേ? ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഈ എംബ്രിയോയുടെ ഡോർസൽ സൈഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഉൾവശം പൊള്ളയായിട്ടുള്ള ഒരു നെർവ് ഫൈബർ നീളത്തിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഇതിന് പറയുന്ന പേരാണ് ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഈ ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡിൻ്റെ തൊട്ട് താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിഫും റിജിഡുമായിട്ടുള്ള ഒരു സ്കെലിറ്റൽ റോഡ് നീളത്തിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് നോട്ടോകോഡ് എന്ന് പറയും. ഇനി അതിൻ്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? ഇത് എലമെൻ്ററി കനാലാണ്. എലമെൻ്ററി കനാലിൻ്റെ ഫയറിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഗിൽസ്ലിറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ 3 പെക്യൂലിയാരിറ്റീസ് ആണ് നമുക്ക് കോഡേറ്റ ഡിവിഷനിൽ വരുന്ന ആനിമൽസിൻ്റെ എംബ്രിയോയ്ക്കകത്ത് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം നമുക്ക് എക്സാമിന് തന്നിട്ട് ഇതിൻ്റെ ഈ 3 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ഡോഴ്സൽ ട്യൂബുലാർ നെർവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡോഴ്സൽ ട്യൂബുലാർ നെർവ് ആൻറ്റീരിയർ പോർഷൻ എംബ്രിയോ ഡെവലപ്പ് ചെയ്തൊരു ഓർഗാനിസമായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ മോഡിഫൈ ചെയ്ത് ബ്രെയിനും പോസ്റ്റീരിയർ റീജിയൻ മോഡിഫൈ ചെയ്ത് സ്പൈനൽ കോഡുമായിട്ട് മാറും. അതുപോലെ നോട്ടോകോഡ് ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറും? വെർട്ടിബ്രൽ കോളമായിട്ട് മാറും, നട്ടലായിട്ട് മാറും. അതുപോലെ ഈ ഫാരിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗിൽസ്ലിറ്റ്സ് അക്വാട്ടിക് മോഡ് ഓഫ് ലൈഫ്, അതായത് വെള്ളത്തിൽ വളരുന്ന ഫിഷസിൻ്റെ മാത്രം ഈ ഗിൽസ്ലിറ്റ്സ് അതുപോലെ അങ്ങ് ലൈഫിൽ അങ്ങ് നിലനിൽക്കും. ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ എല്ലാം ഗിൽസ്ലിറ്റ്സ് ഡിസപ്പിയർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഡയഗ്രാം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പം ഈ നോട്ടോകോഡ് എന്ന് പറയുന്ന സാധനം ലൈഫിൽ അതുപോലെ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ എന്തോന്ന് കോർഡേറ്റ്സ്. നോട്ടോകോഡ് ട്രാൻസ്ഫോം ചെയ്ത് വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നവരുണ്ട്. കൂടുതലും ആനിമൽസിൻ്റെ വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. അവരെയാണ് നമ്മൾ വെർട്ടിബ്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഡയഗ്രാം നമ്മളൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഡയഗ്രമാണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഇവരുടെ ആ ഒരു ഡിവിഷനിലേക്ക് വരികയാണ്. നമുക്കറിയാം കോഡാറ്റ ഡിവിഷൻ വരുന്ന ആനിമൽസിനെ നമ്മൾ 3 ഡിവിഷനായിട്ടാണ് ആദ്യം തിരിക്കുന്നത്. യൂറോ കോഡാറ്റ, സെഫാലോ കോഡാറ്റ, വെർട്ടിബ്രേറ്റ വീണ്ടും അഗ്നേത്ത, നാത്തോസ്റ്റോമേറ്റ എന്നിങ്ങനെ വീണ്ടും 2ആയിട്ട് തിരിക്കും. നാത്തോസ്റ്റോമേറ്റ വീണ്ടും 6 സബ് ഡിവിഷനായിട്ടൊക്കെ തിരിക്കുകയാണ്. അതിൽ ആദ്യം വരുന്ന കോൺട്രിക്തൈസ്, പിന്നെ വരുന്ന ഓസ്റ്റിക്തൈസ്, ആംഫിബിയ, റെപ്റ്റീൽ, ഏവ്സ്, മൊമേലിയ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് കോൺട്രിക്തൈസ്, ഓസ്റ്റിക്തൈസ്. അതിനകത്ത് വരുന്നത് കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസുമാണ്. അവരുടെ ആ 2 ഫിഷസിൻ്റെ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെയും ബോണി ഫിഷസിൻ്റെയും ജനറൽ ക്യാരക്ടർ ഒരു 4 പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പോയിന്റുകൾ എന്ന് മനസ്സിലാക്കണം. ഓക്കെ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരുന്നതാണ്. ഓക്കെ. നമുക്കിനി അടുത്ത് കോൺട്രിക്തൈസ്, ഓസ്റ്റിക്തൈസ് ആ 2 ഡിവിഷനിൽ വരുന്ന ഫിഷസിൻ്റെ പ്രധാനപ്പെട്ട സാലിയൻ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺട്രിക്തൈസ്, ഓസ്റ്റിക്തൈസ്. കോൺട്രിക്തൈസിനകത്ത് വരുന്നത് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ഓസ്റ്റിക്തൈസിനകത്ത് വരുന്ന ബോണി ഫിഷസ് ആണ്. എൻഡോസ്കെൽറ്റൻ കാർട്ടിലേജാൽ കമ്പോസ് ഇരിക്കുന്ന ഫിഷസ് ആണ് കോൺട്രിക്തൈസിനകത്ത് വരുന്നത്. എന്നാൽ എൻഡോസ്കെൽറ്റൻ ബോണാൽ കമ്പോസ് ഇരിക്കുന്ന ഫിഷസ് ആണ് ഓസ്റ്റിക്തൈസിനകത്ത് വരുന്നത്. അപ്പം ഈ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെയും ബോണി ഫിഷസിൻ്റെയും ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനകത്തിൽ ആദ്യം നമുക്ക് കോൺട്രിക്തൈസ് നോക്കാം. ഇവർ പൊതുവെ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്, ഹെൻസ് നോൺ ആസ് പോയിക്കിലോതേംസ് എന്ന് പറയും. പിന്നെ 5 to 7 പെയർസ് ഗിൽസ് പ്രസൻ്റ് ആണ്. ഗിൽസിനെ കവർ ചെയ്ത് ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഗിൽസ് ഈസ് നോട്ട് കവേർഡ് ബൈ ഓപ്പർക്കുലം ആണ്. പിന്നെ ഇവരുടെ ഹാർട്ട് 2 ചേമ്പേർഡായിട്ടാണ് ഹാർട്ട് കമ്പോസ് ഇരിക്കുന്നത്. ഇനി ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് വരുന്ന എക്സോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ ആരാണ്? പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. പിന്നെ ഇവർക്ക് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. അതുപോലെ ക്ലാസ്പേഴ്സ്, കോപ്പുലേറ്ററി ഓർഗനായിട്ടുള്ള ക്ലാസ്പേഴ്സ് പ്രസൻ്റ് ആണ്. പിന്നെ ഇവരുടെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇവർ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവർ വിവിപാരസ് ആണ്. ഓക്കെ. എന്നാൽ ഓസ്റ്റിക്തൈസിൻ്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാലോ, ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്, ഹെൻസ് നോൺ ആസ് പോയിക്കിലോതേംസ്. പിന്നെ ഇവർക്ക് 4 പെയർസ് ഗിൽസ് പ്രസൻ്റ് ആണ്. പിന്നെ ഇവരുടെ ഗിൽസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആര് വരും? ഓപ്പർക്കുലം വരുന്നുണ്ട്. ഗിൽസ് ഈസ് കവേർഡ് ബൈ ഓപ്പർക്കുലമാണ്. പിന്നെ ഇവർക്ക് എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ആബ്സെൻ്റ് ആണ്, ഇന്നർ ഇയർ പ്രസൻ്റ് ആണ്. പിന്നെ ഇവർക്ക് എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. പിന്നെ അത് കൂടാതെ ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് വരുന്ന എക്സോസ്കെൽറ്റൻ എന്ന് പറയുമ്പം 2 ടൈപ്പിലുള്ള ചെതുമ്പലുകളാണ് കയറി വരുന്നത്. ഒന്ന് സൈക്ലോയിഡ് സ്കെയിൽസ്, 2 ടീനോയിഡ് സ്കെയിൽസ്. പിന്നെ ബോണി ഫിഷസിൻ്റെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ്. പിന്നെ ഇവർ ഓവിപാരസ് ആണ്. പിന്നെ ഇവർക്ക് ബോണി ഫിഷസിന് ക്ലാസ്പേഴ്സ്, കോപ്പുലേറ്ററി ഓർഗൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ. അങ്ങനെയുള്ള കുറേ ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പോയിന്റുകൾ നമ്മളൊന്ന് ഓർമ്മ വെക്കുക. ഓക്കെ. ബോണി ഫിഷസും കാർട്ടിലേജിനസ് ഫിഷസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇത് കൂടാതെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരുടെ കാർട്ടിലേജിനസ് ഫിഷസിന് പെയർഡ് ഫിൻസ് ആബ്സെൻ്റ് ആണ്. മൗത്ത് വെൻട്രൽ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയർഡ് ഫിൻസ് പ്രസൻ്റ് ആണ്, മൗത്ത് ടെർമിനലാണ്. ഓക്കെ. പിന്നെ ഇവരുടെ 2 റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുമ്പോൾ ഗിൽസ് ആണ്. ഇവർക്ക് എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ട് ബോയൻസി റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് ബോയൻസി റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്
കാർട്ടിലേജിനസ് ഫിഷസിൻ്റെയും ബോണി ഫിഷസിൻ്റെയും ഡിഫറൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ക്ലാസ് ആംഫിബിയ. ആംഫിബിയയുടെ ഒരു 3-4 ജനറൽ ക്യാരക്ടേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ ആംഫിബിയൻസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ആംഫിബിയൻസിൻ്റെ ജനറൽ ക്യാരക്ടർ എന്ന് പറയുമ്പം ഇവരും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. ഹെൻസ് നോണസ് പോയിക്കുലോതേംസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. പിന്നെ ഇവർക്ക് എക്സ്റ്റേണൽ ഇയർ ആബ്സെൻ്റ് ആണ്, മിഡിൽ ഇയർ ഇന്നർ ഇയറും പ്രസൻ്റ് ആണ്. ഹാർട്ട് 3 ചേമ്പേർഡ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കുറേ പോയിന്റുകളൊന്ന് മെയിനായിട്ട് നമ്മളൊന്ന് ഓർമ്മ വെക്കണം. പിന്നെ ഇവരുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്താണ്, മോയിസ്റ്റാണ്, അതുപോലെ തന്നെ ഗ്ലാനുലാർ ആണ്, സ്കെയിൽലെസ് ആണ്. പിന്നെ 2 pairs ഓഫ് പെൻഡാഡാക്റ്റൈൽ ലിംസ് ഇവർക്ക് പ്രസൻ്റ് ആണ്. ഇങ്ങനെയുള്ള കുറേ പോയിന്റുകൾ നമ്മളൊന്ന് ഓർമ്മ വെക്കണം. ഓക്കെ, അതാണ് ഇപ്പം ആംഫിബിയയുടെ ജനറൽ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, അതായത് പക്ഷികൾക്ക് പറക്കാൻ അനുയോജ്യമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ നോക്കിയേ. അപ്പോൾ ഇതൊരു 4 പോയിന്റുകളൊന്ന് ഓർമ്മ വെക്കണം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേഡ്സിനകത്ത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ഇവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ഓക്കെ, ഫോർലിംസ് ആർ മോഡിഫൈഡ് ടു ഫോം എന്താണ് നമുക്കറിയാം, വിങ്സ് ആണ്. അതാണ് ഫ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ ഇവരുടെ ജോസ് ആണ് മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറുന്നത്, ബീക്കായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്തത് ഇവരുടെ ഫെതേഴ്സ് ആർ അറേഞ്ച്ഡ് ബാക്ക്വേർഡ്ലിയാണ്. ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് വരുന്ന എക്സോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ ഫെതേഴ്സ് ആണ്, അത് ബാക്ക്വേർഡായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. പിന്നെ അവരുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, പോറസ് ആണ്, എയർഫിൽഡ് ആണ്. അത്തരത്തിലുള്ള ആ ഒരു ബോണിന് നമ്മൾ പറഞ്ഞ പേര് ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത്. അത് വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്. എയർഫിൽഡ് ആയിട്ടുള്ള ബോണിന് പറയുന്ന പേര് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇവരുടെ ഹെവിയർ ഓർഗൻസ് ആർ അറേഞ്ച്ഡ് സെൻട്രലിയാണ്. ബോഡിയുടെ കറക്റ്റ് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഹെവിയർ ഓർഗൻസ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തത് ഹൈ മെറ്റാബോളിക് റേറ്റ് ആണ്. ഇവരുടെ സെല്ലിനകത്തെത്തുന്ന ഫുഡ് മോളിക്യൂളുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് വിഘടിച്ച് എനർജി റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആണ്, സ്പോഞ്ചിയാണ്, വിത്ത് ന്യൂമറസ് എയർ സാക്സ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ചെറിയ ചെറിയ വായു അറകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ബേഡ്സ് മെയിൻറ്റെയിൻ ഹൈ ബോഡി ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ബേഡ്സ് ഹൈ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയും. ഇവർക്ക് ഹൈ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ദേ മെയിൻറ്റെയിൻ എ ഹൈ ബോഡി ടെമ്പറേച്ചറാണ്. അതായത് ഏകദേശം 40 തൊട്ട് 42, അതായത് 42 വരെ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ദേ മെയിൻറ്റെയിൻ ഈ ഹൈ ബോഡി ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 4 പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഈ ഓരോ ഡിവിഷനകത്തും വരുന്ന ആനിമൽസിൻ്റെ എക്സാമ്പിൾ നമ്മളൊന്ന് ഓർമ്മ വെച്ചോണം. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിൽ ഏത് ഡിവിഷനിലാണ് വരുന്നതെന്ന് മാച്ച് ഓഫ് ദ ഫോളോയിങ് പോലെ എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, പിന്നെ ജനറൽ ക്യാരക്ടർ 2 കോളമായിട്ട് തന്നിട്ട് മാച്ച് ഓഫ് ദ ഫോളോയിങ് പോലെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, പിന്നെ ഡിഫൈൻ ചെയ്യേണ്ട 1 വേർഡായിട്ട് നമുക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമുക്ക് അത് കൂടാതെ ചിലതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിന് പറയുന്ന പേരെന്താണ് അത് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ആനിമൽ കിങ്ഡം നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ്. നമ്മുടെ സോളജിയുടെ 3ാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അത് ഫോക്കസ് ചെയ്യേണ്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോഗാണ്. ഫ്രോഗിൻ്റെ അനാട്ടമിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന അത് ഡയഗ്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രം നോക്കണം. ഇതാണ് ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ 2 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് എലമെൻ്ററി കനാൽ, 2 ഡൈജസ്റ്റീവ് ഗ്ലാൻസ്.
ഓക്കെ, അപ്പോൾ ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഇത് യൂറിനറി സിസ്റ്റമാണ് ഈ കാണപ്പെടുന്നത്. കണ്ടോ, ഇത് രണ്ടോട് ഒന്നിച്ചാണ് നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഈ ഡയഗ്രാം നമുക്ക് എക്സാമിന് ഡയഗ്രാം അതുപോലെ തരും. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു 4 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. 4-5 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയഗ്രാം ഒന്ന് നോക്കണം. അപ്പം അതിൽ ഇത് ഈ കൊടുത്തിരിക്കുന്നതാണ് എലമെൻ്ററി കനാൽ. എലമെൻ്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത് എന്ന് പറയുന്ന ഓപ്പണിങ്ങിലെ മൗത്ത് ലീഡ് ചെയ്യുന്നതാണ് ഫാരിങ്സ് ലീഡ് ചെയ്യുന്നത് ഈസോഫാഗസ്. ഓക്കെ, ഈസോഫാഗസ് ലീഡ് ചെയ്യുന്ന വൈഡായിട്ടുള്ള ഒരു ചേംബറിലേക്കാണ് അത് സ്റ്റൊമക്ക് ലീഡ് ചെയ്യുന്നതാണ് ഇവരുടെ ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഇൻഡസ്റ്റൈൻ്റെ അവസാനത്തെ ഭാഗം ഇച്ചിരി വൈഡായിട്ടുള്ളൊരു ചേംബറാണ്. അതിന് പറഞ്ഞ പേരാണ് റെക്റ്റം ഓപ്പൺ ചെയ്യുന്ന ആ ഓപ്പണിംഗ് ഭാഗത്തിന് നമ്മൾ പറഞ്ഞ പേര് ക്ലോയേക്ക എന്ന് പറയും. പിന്നെ ക്ലോയേക്ക ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ക്ലോയേക്കൽ അപ്പാർച്ചർ എന്ന് പറയും. കണ്ടോ, അപ്പോൾ ഈ എലമെൻ്ററി കനാലാണ്. ഈ എലമെൻ്ററി കനാലിൻ്റെ പാർട്ടുകൾ നമ്മൾ ലേബൽ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് ഇത് ഇവരുടെ യൂറിനറി സിസ്റ്റം. ഇത് കിഡ്നിയാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഇത് കിഡ്നിയാണ്. കിഡ്നിയുടെ മണ്ടയ്ക്ക് കാണപ്പെടുന്നത് ഇത് ഫാറ്റ് ബോഡീസ് ആണ്. ഓക്കെ, ഇനി കിഡ്നിക്കകത്ത് ഫിൽട്രേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഒരു നാരോ ട്യൂബ് വഴി താഴോട്ട് വരികയാണ്. ഈ ട്യൂബിനെയാണ് യൂററ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യൂററ്റർ വന്ന് ഓപ്പൺ ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിലാണ്. ഇതാണ് യൂറിനറി ബ്ലാഡർ. ഓക്കെ, പിന്നെ വരുന്നത് ഈ കിഡ്നിയുടെ തൊട്ട് മണ്ടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും ലങ്സ് ആണ്. ഇത് ലിവറാണ്, ഇത് ഹാർട്ടാണ്. പിന്നെ ഈ ലിവറിൻ്റെ തൊട്ട് താഴെ സഞ്ചി പോലത്തെ ഒരു ചേംബർ വരുന്നുണ്ട്. അതിന് ഗോൾ ബ്ലാഡർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡയഗ്രാം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഈ ഡയഗ്രാം നമുക്ക് എക്സാമിന് തന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു 4-5 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുണ്ട്. ഫ്രോഗിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സാമിന് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു 3-4 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഓക്കെ, ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഇതിനെ നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയും. അപ്പോൾ ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനും അതുപോലെ തന്നെ യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതുപോലെ തന്നെ ഫ്രോഗിൻ്റെ യൂറിനറി സിസ്റ്റം കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഈ ടെസ്റ്റിസിനകത്തു നിന്നാണ് ടെസ്റ്റിസിൽ നിന്നാണ് മെയിൽ ഗമേറ്റായിട്ടുള്ള സ്പേംസ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ മെയിൽ ഗമേറ്റായിട്ടുള്ള സ്പേംസ് വാസ എഫ്രൻഷ്യ എന്ന് പറയുന്ന അനേകം ചെറിയ ട്യൂബുകളിലൂടെ നേരെ കിഡ്നിക്കകത്തോട്ടാണ് പോകുന്നത്. കണ്ടോ, അത് കിഡ്നിക്കകത്താണ് വാസ എഫ്രൻഷ്യ കിഡ്നിക്കകത്തോട്ടാണ് ലീഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു നാരോ ട്യൂബ് വഴി അത് താഴോട്ട് വരും. ഈ ട്യൂബിനെയാണ് നമ്മൾ യൂറിനോജെനിറ്റൽ ഡക്റ്റ് എന്നറിയപ്പെടുന്നത്. യൂറിനോജെനിറ്റൽ ഡക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് ഈ യൂറിനോജെനിറ്റൽ ഡക്റ്റിലൂടെ വെളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. യൂറിനോജെനിറ്റൽ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോയക്കൽ റീജിയനിലാണ്. ക്ലോയക്ക ഓപ്പൺ ചെയ്യുന്ന ഈ ഓപ്പണിംഗ് ആണ് ക്ലോയക്കൽ അപ്പാർച്ചർ. ഇത് യൂറിനറി ബ്ലാഡറാണ്. ക്ലോയക്കയുടെ തൊട്ട് മുകളിൽ വരുന്ന ആ റീജിയനാണ് റെക്റ്റം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഈ കൊടുത്തിരിക്കുന്നത് കിഡ്നിയാണ്. കിഡ്നിയുടെ മണ്ടയ്ക്ക് ഈ കാണപ്പെടുന്ന സാധനം ഫാറ്റ് ബോഡീസ് ആണ്. ഓക്കെ, ഇത്രയും പാർട്ടുകളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഫ്രോഗിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുമ്പോൾ ആരാണ്? ദണ്ഡി കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓവറി. ഇത് ഓവറിയാണ്. ഈ ഓവറിയിൽ നിന്നാണ് ഫീമെയിൽ ഗമേറ്റായിട്ടുള്ള എഗ്ഗ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ എഗ്ഗ് നേരെ ഇവരുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്താണ് ഒരു നാരോ ട്യൂബ്, ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള ഒരു നാരോ ട്യൂബ് നമുക്ക് കാണാൻ കഴിയും. ഇതിന് പറഞ്ഞ പേരാണ് ഓവിഡക്റ്റ് എന്ന് പറയും. എന്നിട്ട് ഈ എഗ്ഗ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് പതുക്കെ മൂവ് ചെയ്ത് ഈ ഓവിഡക്റ്റിൻ്റെ ബിഗിനിങ് പോർഷൻ ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെ ഓവിഡ്യൂക്കൽ ഫണൽ എന്നാണ് പറയുന്നത്. ഈ ഓവിഡ്യൂക്കൽ ഫണലിലൂടെ ഈ എഗ്ഗ് നേരെ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യും. എന്നിട്ട് ആ
ഓവിഡിക്കൽ ഫണലിലൂടെ അകത്തോട്ട് വന്നിട്ട് ഇത് ഈ നാരോ ട്യൂബിലൂടെ, ഈ ട്യൂബിന് പറയുന്ന പേര് ഓവിഡക്റ്റ് എന്ന് പറയും. ഈ ഓവിഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ക്ലോയക്കൽ റീജിയനിലാണ്. എന്നിട്ട് ഓവിഡക്റ്റിൽ കൂടെ നേരെ ക്ലോയക്ക വന്നിട്ട് ക്ലോയക്കൽ അപ്പാർച്ചറിലൂടെ ഇത് നേരെ വെളിയിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓവറി എന്ന് പറയുമ്പോൾ കിഡ്നിയുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കിടക്കുന്നത്. ഇത് കിഡ്നിയാണ്. കിഡ്നിയുടെ തൊട്ട് മണ്ടയ്ക്ക് കാണപ്പെടുന്നത് ഇത് ഫാറ്റ് ബോഡീസ് ആണ്. അപ്പോൾ 2 ഓവിഡക്റ്റ് ഉണ്ട്. ഓക്കെ, 2 ഓവറിയും 2 കിഡ്നിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് 2 ഓവറി നമുക്ക് കാണാൻ കഴിയും. ഈ ഓവറിൽ നിന്നാണ് ഫീമെയിൽ ഗമേറ്റായിട്ടുള്ള എഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 ഡയഗ്രാം മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഈ 2 ഡയഗ്രാം ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണമാണ് ക്വസ്റ്റിനകത്ത് തരുന്നത്. എന്നിട്ട് അതിൻ്റെ ABCD എന്നും പറഞ്ഞ് അല്ലെങ്കിൽ 1 2 3 നമ്പർ ഇട്ട് തരും. ചില പാർട്ടുകൾ ABCD ഇങ്ങനെ 2-3 പാർട്ടുകൾ നമുക്ക് നമ്പർ ഇട്ട് തരും. അവിടെ ആ പാർട്ട് ഏതാണെന്ന് കറക്റ്റ് നമ്മൾ ലേബൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം അല്ലെങ്കിൽ ആ സ്ട്രക്ചർ, പിന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും. ഓക്കെ, ഇത്രയും മാത്രം ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണെന്നുള്ളത്, അല്ലേ? ലിവിങ് ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന ചില കെമിക്കൽ കോമ്പൗണ്ടുകളാണ്, നമ്മുടെ ബോഡി കമ്പോസ് ചെയ്തിരിക്കുന്ന ചില കെമിക്കൽ കോമ്പൗണ്ടുകളാണ് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസിനെ നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, മോളിക്കുലാർ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി മെറ്റാബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കും. പിന്നെ അത് കൂടാതെ മോളിക്കുലാർ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബയോ മാക്രോ മോളിക്യൂൾസും ബയോ മൈക്രോ മോളിക്യൂൾസ് എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കും. അതിൽ ബയോ മൈക്രോ മോളിക്യൂൾസിനകത്താണ് ആര് വരുന്നത്? ഈ അമിനോ ആസിഡ്സ് വരുന്നത്, അല്ലേ? 1000 ഡാൾട്ടണി താഴെ മോളിക്കുലാർ വെയ്റ്റ് വരുന്ന ബയോമോളിക്യൂൾസാണ് ബയോ മൈക്രോ മോളിക്യൂൾസ്. 10000 ഡാൾട്ടണി മുകളിൽ മോളിക്കുലാർ വെയ്റ്റ് വരുന്ന ബയോമോളിക്യൂൾസാണ് ബയോ മാക്രോ മോളിക്യൂൾസ്. അത് പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ബയോ മൈക്രോ മോളിക്യൂൾസിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകൾക്കാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അമിനോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇത് ബേസിക് പ്രോപ്പർട്ടി കാണിക്കും, കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അസിഡിക് പ്രോപ്പർട്ടിയും കാണിക്കും. അപ്പോൾ അസിഡിക് പ്രോപ്പർട്ടിയും ബേസിക് പ്രോപ്പർട്ടിയും കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള കോമ്പൗണ്ടുകളാണ് അമിനോ ആസിഡ്സ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിൽ ഇന്നേ വരെ മൊത്തം 60 വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ്. ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ആരാണ്? അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ അമിനോ ആസിഡ്സ് ആർ ദ കോമ്പൗണ്ട് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ മൊത്തം 60 ആണ് ഇന്നേ വരെ മെൻഷൻ ചെയ്തേക്കുന്നത് അമിനോ ആസിഡ്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ഗ്ലൈസിൻ. ഓക്കെ, അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, ഹൈഡ്രജൻ, പിന്നെ താഴെ ഒരു ഹൈഡ്രജൻ വരും. ഇനി ഈ ഗ്ലൈസിൻ്റെ തന്മാത്രയിൽ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടോട്ട് മീഥൈൽ ഗ്രൂപ്പ്, CH3 എന്ന് പറയുന്ന മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് മറ്റൊരു അമിനോ ആസിഡ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് അലാനിൻ എന്ന് പറയും. എന്നാൽ ഈ മീഥൈൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടോട്ട് CH2OH ഹൈഡ്രോക്സി മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് മറ്റൊരു അമിനോ ആസിഡായിട്ട് മാറും. അതിന് പറയുന്ന പേരാണ് സീറിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ 3 ഇവിടെ നമുക്ക് ഈ 3 ഡയഗ്രാം തന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡാഷ് ഇട്ട് നമുക്ക് തരും. ഇവിടെ കറക്റ്റായിട്ട് വരേണ്ട ആരാണ്? ഗ്ലൈസിൻ ആണെങ്കിൽ അത് ഹൈഡ്രജൻ, അലാനിൻ്റെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മീഥൈൽ ഗ്രൂപ്പ് വരും. സീറിനാകുമ്പം മീഥൈൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രോക്സി മീഥൈൽ ഗ്രൂപ്പ്. ഇത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി അടുത്ത ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സാണ് ലിപ്പിഡ്സിന് അകത്ത്. ലിപ്പിഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി വളരെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ലിപ്പിഡ്സ്. മെൽറ്റിംഗ് പോയിൻ്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇത് സോളിഡ് സ്റ്റേജിലും ലിക്വിഡ് സ്റ്റേജിലും കാണപ്പെടുന്നുണ്ട്. സോളിഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സ് ആണ് ഫാറ്റ്സ്.
ലിക്വിഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സ് ആണ് ഓയിൽസ്. ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ്, ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്ന ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ ഫാറ്റ്. ഓക്കെ, ഇനി ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ ഫാറ്റിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആ ഗ്ലിസറോളിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CH2OH, CHOH, CH2OH, ഇതാണ് ഗ്ലിസറോളിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ. അപ്പം ഗ്ലിസറോൾ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഫാറ്റി ആസിഡ്സ് പ്ലസ് ഓർഗാനിക് ആസിഡായിട്ടുള്ള ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ എന്ന ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗ്ലിസറോളിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു ഗ്ലിസറോളിൻ്റെ തന്മാത്രയിലേക്ക് ഒരു ഫാറ്റി ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലിസറോൾ നമ്മൾ പറഞ്ഞ പേരാണ് മോണോഗ്ലിസറൈഡ് എന്ന് പറയും. ഒരു ഗ്ലിസറോളിൻ്റെ തന്മാത്രയിലേക്ക് 2 ഫാറ്റി ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞ പേര് ഡൈഗ്ലിസറൈഡ് എന്ന് പറയും. ഒരു ഗ്ലിസറോളിൻ്റെ തന്മാത്രയിലേക്ക് 3 ഫാറ്റി ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞ പേരാണ് ട്രൈഗ്ലിസറൈഡ്. അതിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ഇതണ്ടി കൊടുത്തിരിക്കുന്നതാണ് ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ. നടുക്ക് വരുന്നത് ഗ്ലിസറോളാണ്. ഇതാണ് ഗ്ലിസറോളിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ കണ്ടോ. അപ്പോൾ ഒരു ഗ്ലിസറോളിൻ്റെ തന്മാത്രയിലേക്ക് 3 ഫാറ്റി ആസിഡ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞ പേരാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും. ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇത് ഗ്ലിസറോളാണ്. അതിൽ ആദ്യത്തെ CH2 എന്ന് പറയുന്ന മീഥൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആര് വരുന്നുണ്ട്, ഒരു ഗ്ലിസറോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫാറ്റി ആസിഡാണ്. പിന്നെ രണ്ടാമത്തെ കാർബണാറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത രണ്ടാമത്തെ ഫാറ്റി ആസിഡ് വരുന്നത് കേട്ടോ. ഈ R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മോളിക്യൂൾ ഫാറ്റി ആസിഡാണ്. പിന്നെ മൂന്നാമത്തെ കാർബണാറ്റുമായിട്ട് അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് R3. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫാറ്റി ആസിഡ്, R2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫാറ്റി ആസിഡ്, R3 എന്ന് പറയുമ്പോൾ തേർഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ ഒരു ഗ്ലിസറോളിൻ്റെ തന്മാത്രയിലേക്ക് 3 ഫാറ്റി ആസിഡിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പറയുന്ന പേരാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യേണ്ട ഈ ചാപ്റ്ററിൽ അപ്പം ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്ന ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ ഫാറ്റ്. അപ്പം ലിപ്പിഡ്സിനെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫാറ്റ്സ് എന്നും ഓയിൽസ് എന്നും രണ്ടായിട്ട് തിരിക്കും. സോളിഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സ് ആണ് ഫാറ്റ്, ലിക്വിഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സ് ആണ് ഓയിൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. നമുക്കറിയാം പ്രോട്ടീന് 3 സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണുള്ളത്. ഒന്ന് പ്രൈമറി സ്ട്രക്ചർ, 4 സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണുള്ളത്. ഒന്ന് പ്രൈമറി, 2 സെക്കൻഡറി സ്ട്രക്ചർ, 3 ടെർഷ്യറി സ്ട്രക്ചർ, 4 ക്വാർഡിനറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പം ചില പ്രോട്ടീൻ മോളിക്യൂളുകൾ ഇങ്ങനെ ഫൈബർ ലൈക്ക് സ്ട്രക്ചറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിൽക്ക് ഫൈബേഴ്സ്. ചിലതിങ്ങനെ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ നേച്ചറോട് കൂടി, ഇതുപോലെ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഒരു നേച്ചറോട് കൂടിയാണ് ചില പ്രോട്ടീൻ മോളിക്യൂൾ കാണപ്പെടുന്നത്. ഇതിനെയാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചിലതിങ്ങനെ ഫോൾഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഘടനയാണുള്ളത്. ഇതിനെയാണ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി സ്ട്രക്ചറിന് എക്സാമ്പിളാണ് സിൽക്ക് ഫൈബർ. സെക്കൻഡറി സ്ട്രക്ചറിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ ഓഫ് ഹെയർ. നമ്മുടെ മുടിയുടെ റൂട്ട് റീജിയനിലെ സെല്ലുകളിൽ കെരാറ്റിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറാണ് ഇതുപോലെ വരുന്നത് കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കാണപ്പെടുന്ന ഈ ഒരു ഘടനയാണ് ടെർഷ്യറി സ്ട്രക്ചർ. ഇതിന് എക്സാമ്പിളാണ് മയോഗ്ലോബിൻ. മസിൽ സെല്ലുകളിൽ കാണപ്പെടുന്ന റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ് മയോഗ്ലോബിൻ. ചില പ്രോട്ടീൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതേ രീതിയിലുള്ള 4 ഫോൾഡ് ചെയ്ത് 4 സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കിടക്കുന്ന ഒരെണ്ണം, ഇത്തരത്തിലുള്ള 4 എണ്ണം നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതാണ് ക്വാർഡിനറി സ്ട്രക്ചർ. ഇതിന് എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ RBCക്കകത്ത് കാണപ്പെടുന്ന റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ. അപ്പം ഈ ഡയഗ്രം നമുക്ക് എക്സാമിന് തരികയാണ് ചെയ്യുന്നത്. അപ്പം അത് തന്നു കഴിഞ്ഞാൽ ഇതേത് സ്ട്രക്ചർ
സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണെന്ന് എഴുതുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷറി സ്ട്രക്ചർ, ക്വാഡർണറി സ്ട്രക്ചർ. ഇനി ഇതിനെല്ലാം എക്സാമ്പിളോട് ഓർത്തോണം. പ്രൈമറി സ്ട്രക്ചറിന് എക്സാമ്പിൾ സിൽക്ക് ഫൈബേഴ്സ്, സെക്കൻഡറി സ്ട്രക്ചറിന് എക്സാമ്പിൾ കെരാറ്റിൻ ഓഫ് ഹെയർ, ടെർഷറി സ്ട്രക്ചറിന് എക്സാമ്പിൾ മയോഗ്ലോബിൻ, ക്വാഡർണറി സ്ട്രക്ചറിന് എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, നമുക്കിനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം. ന്യൂക്ലിക് ആസിഡ്സ്, അതിനകത്തിൽ DNA സ്ട്രക്ചർ. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂക്ലിക് ആസിഡ്സ്. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സ് എന്താണെന്ന്. ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ കോംപ്ലക്സ് ബയോമാക്രോ മോളിക്യൂൾസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് സീൻ ഇൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ബയോമാക്രോ മോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടുകളാണ് യഥാർത്ഥത്തിൽ ആര്? ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, ഇപ്പം ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് മെയിനായിട്ട്? DNA-ക്കും RNA-ക്കും കൂടാണ് നമ്മൾ ഒന്നിച്ച് ന്യൂക്ലിക് ആസിഡ്സ് പറയുന്നത്. ഇപ്പോൾ DNA എടുത്തു കഴിഞ്ഞാലും DNA എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA പക്ഷേ സിംഗിൾ സ്റ്റാൻഡാണ്. DNA-യിൽ നിന്നുണ്ടാകുന്ന സെയിം കോപ്പിയാണ് RNA. ഓക്കെ, അപ്പോൾ ഈ DNA എടുത്തു കഴിഞ്ഞാലും DNA-ക്കും RNA-ക്കും കൂടാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ DNA എടുത്തു കഴിഞ്ഞാലും RNA എടുത്തു കഴിഞ്ഞാലും ഇത് രണ്ടും കമ്പോസ് ഇരിക്കുന്നത് ധാരാളം ആരാണ്? ന്യൂക്ലിയോടൈഡ്സാലാണ്. അപ്പം ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ വരും? അതിനകത്ത് 3 കമ്പോണൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ബേസിക് പ്രോപ്പർട്ടിയുള്ള ചില മോളിക്യൂളുകളാണ്. അതേതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിൻ എപ്പോഴും തൈമിനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. അപ്പോൾ ഗ്വാനിൻ്റെ സൈറ്റോസിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വരും, അഡിൻ്റെയും തൈമിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരും. അതിൽ ഈ അഡിനും ഗ്വാനിനൂടെ മാത്രം പറയുന്ന പേര് പ്യൂരിൻ എന്നും ഇതിന് പിരമിഡിൻ എന്നും പറയും. ഓക്കെ, ഇപ്പം നൈട്രജൻ ബേസസ് എന്ന് പറയുമ്പം അതിനെ രണ്ടായിട്ട് തിരിക്കും, പ്യൂരിൻ, പിരമിഡിൻ. ഇത് പ്യൂരിൻ, ഇത് പിരമിഡിൻ. ഓക്കെ, പിന്നെ മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പം 5 കാർബൺ അടങ്ങിയിരിക്കുന്ന ഷുഗർ മോളിക്യൂൾസ്, അതിനെ പെൻഡോ ഷുഗർ എന്ന് പറയും. അതാണ് തന്നെ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 5 കാർബൺ അടങ്ങിക്കുന്ന ഷുഗർ മോളിക്യൂൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഫൈബർ പോലത്തെ 2 സ്ട്രാൻഡുകളാലാണ് കമ്പോസ് ഇരിക്കുന്നത്. ഈ സ്ട്രാൻഡ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രാൻഡ് 5 കാർബൺ അടങ്ങിക്കുന്ന ഷുഗർ മോളിക്യൂൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. ഇതിനകത്തായിട്ടാണ് ആര് വരുന്നത്? നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ബേസിക് പ്രോപ്പർട്ടിയുള്ള മോളിക്യൂൾ, അതായത് നൈട്രജൻ ബേസസ് അകത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 പെൻഡോ ഷുഗറിനെ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. ഓക്കെ, കണ്ടോ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രാൻഡിലുള്ള നൈട്രജൻ പെൻഡോ ഷുഗറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതുപോലാണെങ്കിൽ ഇപ്പുറത്തെ സ്ട്രാൻഡിൽ ഇതേപോലാണ് പെൻഡോ ഷുഗർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പെൻഡോ ഷുഗറിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. ഓക്കെ, അപ്പോൾ ഈ പെൻഡോ ഷുഗറിനും നൈട്രജൻ ബേസിനൂടെ മാത്രം നമ്മൾ പറഞ്ഞ പേരാണ് ഏത്? ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗീവ്സ് ആണെന്തോന്ന്? ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, അപ്പം പെൻഡോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻഡോ ഷുഗർ, നൈട്രജൻ ബേസ്, ഇതിന് 3 നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പുറത്ത് അടുത്ത ഒരു ന്യൂക്ലിയോടൈഡാണ് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ ഇട്ടിട്ട് ഈ ലൈനിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും. അതിനർത്ഥം ഒരു ന്യൂക്ലിയോടൈഡ് പെയർ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ 2 ന്യൂക്ലിയോടൈഡ് പെയറുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3.4 ആംസ്ട്രോങ് ആണ്. അത് നാനോമീറ്ററിൽ എടുക്കുമ്പോൾ 0.34 നാനോമീറ്റർ ആണ്. 2 സ്റ്റാൻഡുകൾ തമ്മിലുള്ള റിലേറ്റീവ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 20 ആംസ്ട്രോങ് ആണ്. ഓക്കെ, 10 ആംസ്ട്രോങ് ആണ് ഒരു നാനോമീറ്റർ. അപ്പം 2 നാനോമീറ്റർ വരും. ഓക്കെ, ഇതാണ് നമ്മൾ DNA സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 1 വേർഡ് പോലുള്ള ചോദിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. അടുത്ത മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. എൻസൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ കാറ്റലിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് എൻസൈം, അല്ലേ? എൻസൈമിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? സബ്സ്ട്രേറ്റിനെ വിഘടിപ്പിച്ച് പ്രോഡക്റ്റാക്കി മാറ്റണം. അപ്പോൾ ആദ്യം നമ്മുടെ എൻസൈം ചെയ്യുന്ന, ഇതിപ്പോൾ ഒരു എൻസൈമാണ്, അതിൻ്റെ ഒരു സിമ്പിൾ ഞാൻ വരച്ചിട്ടിരിക്കുക. ഇത് എൻസൈമാണ് കണ്ടോ. അപ്പോൾ ഇത് സബ്സ്ട്രേറ്റാണ്. ആദ്യം ചെയ്യുന്നത് എൻസൈം എന്ത് ചെയ്യും? ഈ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും.
സബ്സ്ട്രേറ്റുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എൻസൈം എന്ത് ചെയ്യും? സബ്സ്ട്രേറ്റിനെ വിഘടിപ്പിച്ച് പ്രോഡക്റ്റാക്കി മാറ്റും. ഓക്കെ, അതിനെ എൻസൈം പ്രോഡക്റ്റ് എന്ന് പറയും. അതിനുശേഷം എൻസൈമും അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സും സെപ്പറേറ്റ് ആയിട്ട് അത് രണ്ടായിട്ടങ്ങ് സെപ്പറേറ്റ് ചെയ്യും. കണ്ടല്ലോ. അപ്പോൾ എൻസൈം ആദ്യം സബ്സ്ട്രേറ്റുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ഈ എൻസൈം സബ്സ്ട്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റും. അതിനുശേഷം എൻസൈമും പ്രോഡക്റ്റും രണ്ടായിട്ടങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറും. ഈ ഇക്വേഷൻ ഓർമ്മയിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് നോക്കി നമുക്ക് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മളൊരു വളരെ ചെറിയൊരു പാരഗ്രാഫ് പോലെ ചെറിയൊരു 2-3 സെൻറ്റൻസ് വരത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു നോട്ട് പോലെ നമ്മൾ തയ്യാറാക്കണം. അതാണ് നേച്ചർ ഓഫ് എൻസൈം ആക്ഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഏത്? നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. എൻസൈം കമ്പൈൻസ് വിത്ത് സബ്സ്ട്രേറ്റ് ടു ഫോം എൻസൈം സബ്സ്ട്രേറ്റ്. Then enzyme convert substrate into product. Finally, enzyme and products are separate. അത് ഈ ഇക്വേഷൻ നോക്കി അങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഏത്? നമ്മുടെ എൻസൈമിൻ്റെ ഈ ഒരു ആക്ഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ ടെസ്റ്റിനകത്ത് ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. ഓക്കെ, ഏതൊരു കെമിക്കൽ റിയാക്ഷന് ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഒരു മിനിമം എമൗണ്ട് എനർജി ആവശ്യമാണ്. ആ എനർജിക്കാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞത്. ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിൽ എൻസൈം വളരെ പെട്ടെന്ന് സബ്സ്ട്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റും. ആക്ടിവേഷൻ എനർജി ഇല്ലെങ്കിൽ എൻസൈം വളരെ പതുക്കെ മാത്രമേ സബ്സ്ട്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നുള്ളൂ. ഇനി ഒരു എൻസൈമിൻ്റെ അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അത് ജസ്റ്റ് നോക്കുക. അത് നമുക്ക് ആ ഗ്രാഫ് അതുപോലെ തന്നിട്ട് നമുക്കത് ലേബിൾ ചെയ്യാനാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു എൻസൈമിൻ്റെ ആക്ഷൻ മാക്സിമം വെലോസിറ്റിയിൽ എത്തുന്നതിനെയാണ് നമ്മൾ വിമാക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഈ വിമാക്സ് വാല്യൂവിൻ്റെ നേരെ പകുതി കണ്ടുപിടിക്കുന്നതിനാണ് മിക്കേലിസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുക. അപ്പോൾ അതുമായിട്ട് റെപ്രസെൻ്റ് ചെയ്തൊരു ഗ്രാഫ് വരുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കുക. മിക്കേലിസ് കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? വിമാക്സ് ഡിവൈഡ് ബൈ 2 = മിക്കേലിസ് കോൺസ്റ്റൻ്റ് Km എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് ഒന്ന് നോക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എൻസൈമിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പോർഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പോർഷൻ നമ്മൾ പറഞ്ഞ പേരാണ് അപ്പോ എൻസൈം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നോൺ പ്രോട്ടീൻ പോർഷന് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ കോഫാക്ടർ എന്നറിയപ്പെടുന്നത്. അപ്പം അപ്പോ എൻസൈം, കോഫാക്ടർ, ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണം. പ്രോട്ടീൻ പോർഷൻ ഓഫ് ആൻ എൻസൈം ഇസ് നോൺ എസ് ആണ് അപ്പോ എൻസൈം ആൻഡ് നോൺ പ്രോട്ടീൻ പോർഷൻ ഓഫ് ആൻ എൻസൈം ഇസ് കോൾഡ് കോഫാക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഒരു എൻസൈമിൽ നിന്ന് ഈ കോഫാക്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻ? ദ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം ആൻ എൻസൈം. അപ്പം നമുക്ക് എഴുതാൻ ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ. ഇറ്റ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി വിൽ ലോസ് എന്ന് എഴുതുക. അപ്പോൾ ഇതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു. ഈ കോഫാക്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻസൈമിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് മക്കളെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ,